പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മാർച്ച് 18 ചൊവ്വ. പ്രധാന വാർത്തകൾ. മുസന്തമിലെ പുതിയ വിമാനത്താവളത്തിന് അന്തിമ രൂപരേഖ ആയെന്നും ഉടൻ ടെൻഡർ നടപടികളിലേക്ക് കടക്കുമെന്നും മുസന്തം ഗവർണർ സയ്യിദ് ഇബ്രാഹിം ബിൻ സയ്യിദ് അൽ ബുസൈദി പറഞ്ഞു. ഗവർണറേറ്റിന്റെ വികസന പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കവെയാണ് ഗവർണർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പങ്കുവച്ചത്. 2028 രണ്ടാം പാദത്തോടെ വിമാനത്താവളത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കും. മേഖലയുടെ തന്നെ വികസനത്തിന് പുതിയ വേഗം കൈവരിക്കുന്നതിന് അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുക്കുന്ന വിമാനത്താവളം വഴിയൊരുക്കും. റൺവേ, ടാക്സിവേ, ടെർമിനൽ, സർവീസ് ഏരിയ തുടങ്ങിയവ നൂതന സൗകര്യങ്ങളോടെയാണ് മുസന്തം വിമാനത്താവളത്തിൽ ഒരുക്കുന്നത്. വർഷത്തിൽ 2,50,000 യാത്രക്കാരെ വരെ ഉൾക്കൊള്ളാവുന്ന സൗകര്യത്തോടെയാണ് വിമാനത്താവളം ഒരുക്കുന്നത്. മുസന്തമിലെ വികസനങ്ങൾ നേരിട്ടറിയുന്നതിനായി നേരത്തെ സുൽത്താൻ ഗവർണറേറ്റ് സന്ദർശിച്ചിരുന്നു. മുസന്തമിലെ ശൈഖുമാരുമായും പൗരപ്രമുഖന്മാരുമായും കൂടിക്കാഴ്ച നടത്തുകയും ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം ഗവർണറേറ്റിൽ നടപ്പിലാക്കാനിരിക്കുന്ന പദ്ധതികളെക്കുറിച്ച് അതാത് വകുപ്പുകളിൽ മന്ത്രിമാർ ഇവിടെ വിശദീകരിക്കുകയും ചെയ്തു. ഭൂഗർഭ വൈദ്യുതി ട്രാൻസ്മിഷൻ ലൈനുകളിൽ നിന്ന് വൈദ്യുത കേബിളുകൾ മോഷ്ടിച്ച പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ദാഹിറ ഗവർണറേറ്റിലെ വിവിധ സ്ഥലങ്ങളിലാണ് മോഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അറസ്റ്റിലായവർ ഏഷ്യൻ രാജ്യക്കാരാണ്. ഇവർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. സലാല തുറമുഖത്ത് നങ്കൂരമിട്ട ഇന്ത്യൻ നാവിക കപ്പലായ INS തർക്കാഷിൽ യോഗ പരിശീലനം ഒരുക്കി. കപ്പലിന്റെ ഒമാൻ സന്ദർശനത്തിന്റെ ഭാഗമായാണ് സലാലയിലും യോഗ പ്രദർശനം ഒരുക്കിയത്. കപ്പൽ ജീവനക്കാരും പ്രദേശത്തെ ഇന്ത്യൻ സമൂഹവും യോഗ പ്രദർശനത്തിൽ പങ്കാളികളായി. യോഗ പരിശീലകരും സംഘവും സെഷന് നേതൃത്വം നൽകി. കഴിഞ്ഞ വർഷങ്ങളിൽ മസ്കത്ത് തുറമുഖത്ത് എത്തിയ വിവിധ ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും ഇന്ത്യൻ എംബസിയുടെ കീഴിൽ യോഗ സെഷൻ ഒരുക്കിയിരുന്നു. ഔദ്യോഗിക വെബ്സൈറ്റുകളോട് സാമ്യമുള്ള വ്യാജ സൈറ്റുകൾ നിർമ്മിച്ച് തട്ടിപ്പ് നടത്തിയ 2 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. അറബ് രാജ്യക്കാരാണ് പിടിയിലായത്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. വ്യാജ വെബ്സൈറ്റുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി പബ്ലിക് പ്രോസിക്യൂഷനും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിവിധ സർക്കാർ വെബ്സൈറ്റുകളുടെ രൂപത്തിലുള്ള വ്യാജ പോർട്ടലുകൾ നിർമ്മിച്ച് ആളുകളുടെ ബാങ്ക് വിവരങ്ങൾ ശേഖരിക്കുകയും അതുവഴി പണം അപഹരിക്കുകയും ചെയ്യുന്നതായി പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പിൽ പറയുന്നു. ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള പേരിൽ വെബ്സൈറ്റ് നിർമ്മിക്കുകയും പേയ്മെന്റുകളും ഫീസ് അടവുകളും നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് തട്ടിപ്പ് സംഘത്തിന്റെ പുതിയ രീതി. വെബ്സൈറ്റുകൾ വഴിയോ സാമൂഹിക മാധ്യമങ്ങൾ വഴിയോ ബാങ്ക് വിവരങ്ങളോ മറ്റോ കൈമാറരുതെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. സെൻസിറ്റീവ് ഡാറ്റയും സ്വകാര്യതയും സംരക്ഷിക്കുന്നതിന് ഇക്കാര്യത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം. ഡിജിറ്റൽ മേഖലയിൽ ഉപയോക്താക്കളെ കബളിപ്പിച്ച് അവരുടെ വ്യക്തിഗത വിവരങ്ങളും മറ്റും നേടി ഇലക്ട്രോണിക് തട്ടിപ്പ് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകാതിരിക്കാൻ ജാഗ്രത പാലിക്കേണ്ട പ്രാധാന്യം അധികൃതർ ഊന്നിപ്പറയുന്നത്. അതേസമയം ഓൺലൈൻ ബാങ്കിംഗ് സേവനങ്ങളുടെ പാസ്വേഡ്, ATMകളുടെ വ്യക്തിഗത തിരിച്ചറിയൽ നമ്പറുകൾ, സെക്യൂരിറ്റി നമ്പർ, OTP എന്നിങ്ങനെയുള്ള രഹസ്യ വിവരങ്ങൾ അപരിചിതരുമായി പങ്കിടരുതെന്ന് ബന്ധപ്പെട്ടവർ എല്ലായ്പ്പോഴും ഓർമ്മിപ്പിക്കുന്നതാണ്. ഖാല ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ലേബർ ക്യാമ്പിൽ ഇൻകാസ് ഒമാൻ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ 400-ൽ അധികം തൊഴിലാളികൾ പങ്കെടുത്തു. സാമൂഹിക സേവനത്തോടുള്ള പ്രതിബദ്ധത വിളിച്ചോതിയ ഇൻകാസിന്റെ ഇഫ്താർ സംഗമം പങ്കെടുത്തവർക്കെല്ലാം ഹൃദയസ്പർശിയായ ഒരു അനുഭവമായിരുന്നു. മുഖ്യാതിഥിയായ കേരള യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് തനു താജ് ഇൻകാസിന്റെ ഈ മഹത്തായ സേവനത്തെ പ്രശംസിച്ചു. കുടുംബത്തിന്റെയും നാടിന്റെയും ഉന്നമനത്തിനായി ത്യാഗോജ്വലമായ ജീവിതം നയിക്കുന്ന തൊഴിലാളികൾക്കായി ഇഫ്താർ സംഘടിപ്പിച്ചതിന് അദ്ദേഹം അഭിനന്ദനം അറിയിച്ചു. ദാഖിലിയ ഗവർണറേറ്റിലെ ഹംറ വിലായത്തിൽ ജബൽ ഷംസിൽ മല കയറുന്നതിനിടെ വീണ സ്ത്രീയെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി രക്ഷപ്പെടുത്തി. പോലീസ് ഏവിയേഷനുമായി സഹകരിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്.
പരിക്കേറ്റ സ്ത്രീയെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും സിവിൽ ഡിഫൻസ് അറിയിച്ചു. ഇവരുടെ ആരോഗ്യനില ഗുരുതരമല്ലെന്നും അധികൃതർ അറിയിച്ചു. നേരത്തെയും സമാന സംഭവം പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. മല കയറുന്നവർ സുരക്ഷ ഉറപ്പുവരുത്തണം. റംസാൻ പകുതി പിന്നിട്ടതോടെ തെരുവുകളിൽ ആളുകൾ നിറഞ്ഞു. റോഡിൽ അലങ്കാര വിളക്കുകളും കമാനങ്ങളും ഖുർആൻ സൂക്തങ്ങളും കൊണ്ട് അലങ്കരിച്ചു സ്വാഗതം ചെയ്യുകയാണ്. റോഡിന് ഇരുവശവും വർണ്ണവിളക്കുകൾ തെളിഞ്ഞതോടെ രാത്രി സഞ്ചാരത്തിന് പുതിയ മാനം കൈവന്നു. ദീപപ്രഭയിൽ കുടുംബങ്ങളും കുട്ടികളുമായി ഏറെ നേരം നടക്കാൻ നല്ല രസമാണെന്ന് പ്രവാസികളുടെ അഭിപ്രായം. അതിനായി നിസ്കാരം നിർവഹിച്ചു ആളുകൾ എത്തുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ട് ആസ്വദിക്കാനും രുചിക്കാനും നിറയെ വിഭവങ്ങൾ. രാവേറെ നീളുന്ന കച്ചവട സ്ഥാപനങ്ങൾ, തുണിക്കടകൾ, റെഡിമെയ്ഡ് സ്ഥാപനങ്ങൾ, ടൈലറിംഗ് ഷോപ്പുകൾ, പഴം പച്ചക്കറി മാർക്കറ്റുകൾ. മുൻകാലങ്ങളിൽ പെരുന്നാൾ വസ്ത്രം എടുക്കാനായിരുന്നു ആളുകൾ എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ കളം മാറി രാത്രി സജീവമാക്കുന്ന റെസ്റ്റോറന്റ് തേടി എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ദുബൈയിലെ കറാമ വൈബോളം വരില്ലെങ്കിലും മസ്കത്തും തീരെ പിന്നിലല്ല എന്ന രീതിയിൽ തന്നെയാണ് രാത്രി കച്ചവടം ഒരുക്കിയിരിക്കുന്നത്. ഒമാനിലെ ഹൈക്കമ്മീഷണർ എന്ന വ്യാജേന ആൾമാറാട്ടം നടത്തിയ ഡൽഹി സ്വദേശിയെ പൂട്ടി പോലീസ്. 66-കാരനായ കൃഷ്ണശേഖർ റാണയാണ് പോലീസിന്റെ പിടിയിലായത്. വിവിധ യൂണിവേഴ്സിറ്റികളിലായി നിരവധി കാലം പ്രൊഫസറായും സർവകലാശാല വൈസ് ചാൻസലറായും പ്രവർത്തിച്ചിരുന്ന റാണ 2024 മുതലാണ് ഹൈക്കമ്മീഷണറായി ആൾമാറാട്ടം തുടങ്ങിയത്. ഗാസിയാബാദ് പോലീസാണ് കൃഷ്ണശേഖർ റാണയെ അറസ്റ്റ് ചെയ്തത്. മകളുടെ വൈശാലിയിലെ വീട് സന്ദർശിക്കാൻ എത്തുന്നുവെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് ഗാസിയാബാദ് പോലീസിന് അയച്ച കത്താണ് റാണയെ വെട്ടിലാക്കിയത്. ഒമാനിലെ ഹൈക്കമ്മീഷണറാണെന്ന് പരിചയപ്പെടുത്തി കൊണ്ടായിരുന്നു കത്ത്. നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നത് സ്വാഭാവിക നടപടിക്രമമായതിനാൽ അസ്വാഭാവികതയൊന്നും തോന്നിയില്ലെന്നും എന്നാൽ കത്തിലെ ഒരു ചെറിയ തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഇന്ദിരാപുരം സർക്കിളിലെ അസിസ്റ്റന്റ് കമ്മീഷണർ അഭിഷേക് ശ്രീവാസ്തവ പറഞ്ഞതായി ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. അൽ-ഖൂദ് ICF റിസാല താലൂമുൽ ഖുർആൻ മദ്രസയുടെ നടത്തിവരാറുള്ള ബദർ മൗലിദ് വാർഷികവും ICF അൽ-ഖൂദ് യൂണിറ്റ് ഇഫ്താർ സംഗമവും സമ ഹൈപ്പർ മാർക്കറ്റിനു പുറകുവശമുള്ള സ്ട്രൈക്കർ ഫുട്ബോൾ ഫീൽഡ് ടർഫിൽ നടന്നു. മൗലിദ് പാരായണത്തിന് ICF പ്രസിഡന്റ് യൂസഫ് മദനി നേതൃത്വം നൽകി. അനുസ്മരണ പ്രഭാഷണം ബഷീർ അഷ്റഫി കുളപ്പറമ്പ് നിർവഹിച്ചു. ജാഫർ സഅദി പാക്കണ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 100 കണക്കിന് ആളുകൾ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. മുസന്തമിലെ പുതിയ വിമാനത്താവളത്തിന് അന്തിമ രൂപരേഖ ആയെന്നും ഉടൻ ടെൻഡർ നടപടികളിലേക്ക് കടക്കുമെന്നും മുസന്തം ഗവർണർ സയ്യിദ് ഇബ്രാഹിം ബിൻ സയ്യിദ് അൽ ബുസൈദി പറഞ്ഞു. ഗവർണറേറ്റിന്റെ വികസന പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കവെയാണ് ഗവർണർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പങ്കുവച്ചത്. 2028 രണ്ടാം പാദത്തോടെ വിമാനത്താവളത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കും. മേഖലയുടെ തന്നെ വികസനത്തിന് പുതിയ വേഗം കൈവരിക്കുന്നതിന് അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുക്കുന്ന വിമാനത്താവളം വഴിയൊരുക്കും. റൺവേ, ടാക്സിവേ, ടെർമിനൽ, സർവീസ് ഏരിയ തുടങ്ങിയവ നൂതന സൗകര്യങ്ങളോടെയാണ് മുസന്തം വിമാനത്താവളത്തിൽ ഒരുക്കുന്നത്. വർഷത്തിൽ 2,50,000 യാത്രക്കാരെ വരെ ഉൾക്കൊള്ളാവുന്ന സൗകര്യത്തോടെയാണ് വിമാനത്താവളം ഒരുക്കുന്നത്. മുസന്തമിലെ വികസനങ്ങൾ നേരിട്ടറിയുന്നതിനായി നേരത്തെ സുൽത്താൻ ഗവർണറേറ്റ് സന്ദർശിച്ചിരുന്നു. മുസന്തമിലെ ശൈഖുമാരുമായും പൗരപ്രമുഖന്മാരുമായും കൂടിക്കാഴ്ച നടത്തുകയും ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം ഗവർണറേറ്റിൽ നടപ്പിലാക്കാനിരിക്കുന്ന പദ്ധതികളെക്കുറിച്ച് അതാത് വകുപ്പുകളിൽ മന്ത്രിമാർ ഇവിടെ വിശദീകരിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.